ഇന്നേ ഈസ്റ്റർ ആയിട്ടേ നമുക്കൊരു സ്പെഷ്യൽ വട്ടയപ്പം ഉണ്ടാക്കിയാലോ. ഈ ഈസ്റ്ററിന് എല്ലാവരും വെള്ളയപ്പം, പാലപ്പം അതൊക്കെയാണ് എന്നും ഉണ്ടാക്കുന്നത്. നമുക്കപ്പോൾ അതിനെ ഒന്ന് മാറ്റി പിടിക്കാം. ഞാൻ ഓർത്തു നമുക്ക് ഇന്ന് വട്ടയപ്പത്തെ പിടിക്കാമെന്ന്. അതിന് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ മുമ്പ് ഞാൻ 1 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ചോറ്, പിന്നെ 1/2 കപ്പ് തേങ്ങാ പീര, 1 കപ്പ് തേങ്ങാ പാല്, ഈസ്റ്റ്, പഞ്ചസാര, പിന്നെ ഒരു 2 ഏലക്ക. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, 2 ഏലക്ക മതി. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ അരച്ച് ഒരു 6 മണിക്കൂർ പൊങ്ങാൻ വെക്കണേ. അപ്പൊ നമുക്കിത് അരച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 8 മണിക്കൂറായി ഞാൻ അരച്ച് വെച്ചിട്ട്. നല്ലൊരു പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കണം. കുറച്ച് ഉപ്പൊന്ന് ചേർക്കട്ടെ. നല്ലൊരു പൊങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഞാൻ തന്നെ പാത്രം നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒഴിച്ച് ആവി കയറ്റിയെടുക്കാം. ഒരു 20 മിനിറ്റെങ്കിലും ഇതിരുന്ന് ആവി കയറണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാനിത് തുറന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഈ നട്ട്സ് ഇടാമേ. കാഷ്യൂസും ഉണക്കമുന്തിരി ആദ്യം ഇട്ടാലേ അതങ്ങ് താന്നു പോകും. അതിനാണ് ഇപ്പോൾ ഇടുന്നത്. ആവി കയറട്ടെ. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞങ്ങളുടെ ഈസ്റ്റർ വിത്ത് ഫാമിലിയോടാണ്. അപ്പോൾ എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുക. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.